എന്താണ് എൻട്രി ബാരിയർ ഇൻ ബിസിനസ്? പലപ്പോഴും ബിസിനസ്സിന് ഇവാലുവേറ്റിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എൻട്രി ബാരിയർ, അല്ലെങ്കിൽ ഒരു മെഷർമെൻ്റ് ആണ് എൻട്രി ബാരിയർ. നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എൻട്രി ബാരിയർ എത്രത്തോളം എളുപ്പമാണെന്നുള്ളതാണ്. അതായത് ആ ബിസിനസ്സിനകത്തേക്ക് അല്ലെങ്കിൽ ആ ബിസിനസ് മോഡലിനകത്തേക്ക് കോമ്പറ്റീറ്റർക്ക് എത്രത്തോളം പെട്ടെന്ന് വരാൻ പറ്റും. അപ്പം എൻട്രി ബാരിയർ കുറഞ്ഞൊരു ഇൻഡസ്ട്രിക്കകത്തേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ഇൻഡസ്ട്രിക്കകത്തേക്ക് കോമ്പറ്റീറ്റർക്ക് വളരെ പെട്ടെന്ന് വരാം. നേരെ മറിച്ചിട്ട് എൻട്രി ബാരിയർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിക്കകത്തേക്ക് അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിനകത്തേക്ക് കോമ്പറ്റീറ്റർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പം റിലയൻസ് ഇന്ത്യയിലെ ഒരു അല്ലെങ്കിൽ ലോകത്തിലെ വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ചില ഇൻഡസ്ട്രികൾ, ചില സെഗ്മെൻറ്റുകൾ എൻട്രി ബാരിയർ വളരെ കൂടുതലുള്ളതാണ്. ഉദാഹരണത്തിന് റിലയൻസ് എനർജി അല്ലെങ്കിൽ റിലയൻസ് റിഫൈനറി പോലുള്ള ഇൻഡസ്ട്രികൾ, കമ്പനികളിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ആണ്. അവിടേക്ക് ഒരു കോമ്പറ്റീറ്റർക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ റെഗുലേഷൻസ് ആണ്. ഇപ്പം ചില ഇൻഡസ്ട്രികൾ വളരെ ഹെവിലി റെഗുലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസിങ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പെട്ടെന്നൊരു കോമ്പറ്റീറ്റർക്ക് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കില്ല. രണ്ടാമത് അതിൻ്റെ ഇൻഫ്ര ആയിരിക്കും. ഇപ്പം ചില സെഗ്മെൻറ്റുകൾ, ഇപ്പോൾ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിഫൈനറിയോ അല്ലെങ്കിൽ എനർജിയോ പോലുള്ള സെഗ്മെൻറ്റിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. അത്രയും കാലങ്ങളായിട്ട് ഇൻഫ്രയ്ക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെഗ്മെൻറ്റിനകത്തേക്ക് ഒരു കോമ്പറ്റീറ്റർക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. ജിയോ ഒരു എക്സാമ്പിളാണ്. നമ്മുടെ റിലയൻസ് മാത്രം എടുത്തു കഴിഞ്ഞ് ജിയോ ഒരു എക്സാമ്പിളാണ്. ജിയോയുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ഒരു കോമ്പറ്റീറ്റർക്ക് പെട്ടെന്ന് എളുപ്പമല്ല. അപ്പോൾ ചില ഇൻഡസ്ട്രികൾ എൻട്രി ബാരിയർ വളരെ കൂടുതലായിരിക്കും. ചില കമ്പനികൾ എൻട്രി ബാരിയർ കൂടുതലുള്ള ബിസിനസ്സുകൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് അവർ ആ ഇൻഫ്രയും ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ടാവും. നേരെ മറിച്ച് ചില സെഗ്മെൻറ്റിനകത്ത് എൻട്രി ബാരിയർ വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ചില റീറ്റെയിൽ ഷോപ്പുകളോ അല്ലെങ്കിൽ ചില പ്രൊഡക്ഷൻ കമ്പനികളോ എൻട്രി ബാരിയർ വളരെ കുറവായിരിക്കും. ഇപ്പം FMCG പ്രൊഡക്റ്റുകൾ, ഒരു ഫുഡ് ഐറ്റംസ് പലപ്പോഴും എൻട്രി ബാരിയർ വളരെ കുറവാണ്. എനിവൺ ക്യാൻ മേക്ക് എനി പ്രോഡക്റ്റ് എന്ന രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു. അപ്പം നമ്മളൊരു സ്റ്റാർട്ടപ്പ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സെഗ്മെൻറ്റ്സിലും എൻട്രി ബാരിയർ വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മൾ 2020 കോവിഡ് സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റ് വളരെ പെട്ടെന്ന് ഇന്ത്യയിൽ വലുതായി. ഇപ്പം ആ സമയത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് BigBasket.com. ബിഗ് ബാസ്ക്കറ്റ് വന്ന സമയത്ത് ബിഗ് ബാസ്ക്കറ്റ് ഒരു ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിനകത്ത് ഒരു റവല്യൂഷൻ ഉണ്ടാക്കി വളരെ പെട്ടെന്ന് സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ എത്തിച്ചു. പക്ഷേ 21, 22, 23 സമയമായപ്പോഴേക്കും ബിഗ് ബാസ്ക്കറ്റിന് മാർക്കറ്റ് ഷെയർ ഗണ്യമായി കുറഞ്ഞു. കാരണം ആ ഇൻഡസ്ട്രിക്കകത്ത് എൻട്രി ബാരിയർ വളരെ കുറവായതുകൊണ്ട് തന്നെ ഒട്ടനവധി പ്ലേയേഴ്സ് അതിനകത്തേക്ക് കയറി വന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെൻസോ പോലെ, ബ്ലിങ്കിറ്റ് പോലെ, സെപ്റ്റോ പോലുള്ള കമ്പനികൾ വന്നു. അപ്പം ഈ കമ്പനികൾ എൻട്രി ബാരിയർ കുറവായതുകൊണ്ട് ഒരു ചെറിയ സ്ട്രാറ്റജി ചേഞ്ച് കൊണ്ട് അവർക്ക് മാർക്കറ്റിൻ്റെ ഷെയർ കൂടുതൽ എടുക്കാൻ സാധിച്ചു ബിഗ് ബാസ്ക്കറ്റിനേക്കാളും. ഇപ്പം കോവിഡ് സമയത്ത് ബിഗ് ബാസ്ക്കറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ കൂടാൻ കാരണം ബിഗ് ബാസ്ക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ആ ഇൻഡസ്ട്രിക്കകത്തേക്ക് വേറെ പ്ലേയേഴ്സ് കുറവായിരുന്നു. നേരെ മറിച്ച് ഈ ലാസ്റ്റ് ഒരു 2-3 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഈ 2-3 പ്ലേയേഴ്സ് സ്ട്രാറ്റജിക്കകത്ത് ചില മാറ്റങ്ങൾ, ഉദാഹരണത്തിന് ബിഗ് ബാസ്ക്കറ്റിൻ്റെ ഡെലിവറി ലീഡ് ടൈമിനെക്കാട്ടിലും വളരെ കുറഞ്ഞ ഡെലിവറി ലീഡ് ടൈമിലേക്ക് 10 മിനിറ്റിലും 15 മിനിറ്റിലും സാധനങ്ങൾ ഡെലിവർ ചെയ്ത് സെപ്റ്റോവും ഡെൻസോയും ബ്ലിങ്കിറ്റും പോലുള്ള കമ്പനികൾ നമ്മളുടെ ഈ കൺവീനിയൻസിനെ, നമ്മളുടെ ക്വിക്ക് കൊമേഴ്സ് കൺവീനിയൻസിനെ അവർ കൈക്കലാക്കി. അപ്പം ഈ ഒരു എൻട്രി ബാരിയർ ഈ ചില സെഗ്മെൻറ്റുകളിൽ കുറവായതുകൊണ്ട് തന്നെ ചില കമ്പനികൾ പെട്ടെന്ന് പെരിഷ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെയും അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെയും ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രി എത്രത്തോളം സേഫ് ആണെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് എൻട്രി ബാരിയർ.